ചേട്ടന് നാണം വരുന്നേ ഒന്ന് വേറെ ചേട്ടാ. വഴി തെറ്റി ഗൈസ്. ഇതാ അവിടെ വലിയൊരു കുഴിയാണേ. സ്വാമി ക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ് 5000 വർഷങ്ങൾക്കും അപ്പുറത്ത് ആയുർവേദത്തിന്റെ ആചാര്യന്മാരായ അശ്വിനി ദേവപുത്രന്മാർ നകുലൻ പ്രതിഷ്ഠിച്ച ഭാരതത്തിലെ തന്നെ അത്യപൂർവ ക്ഷേത്രം. അയ്യോ, അത് ഭയങ്കര സംഭവമായിപ്പോയല്ലോ ചേട്ടാ. ഇതാ 5000 വർഷം. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും ബിന്ദു സ്ട്രീംസിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. ചെറിയ പെരുന്നാൾ വാക്ക് പറ. ആശംസകൾ പറ. പറയാൻ കിട്ടിയില്ല എനിക്ക് മനസ്സിലായി. ആശംസകൾ പറ. ആശംസകൾ പറ ചേട്ടാ. ചേട്ടന് നാണം വരുന്നേ ഒന്ന് പറ ചേട്ടാ. ആശംസകൾ. ആശംസ എന്ന് പറ. ഒന്ന് പറ ചേട്ടാ. ചേട്ടന് ആശംസ കിട്ടാൻ വേണ്ടി എല്ലാരും നോക്കിയിരിക്കുക. അതൊക്കെ പിന്നെ ചേട്ടാ പറഞ്ഞോളൂ. ഇതേ മുമ്പ് പോണം. അലിബായുടെ വണ്ടി, സുസുക്കി. അലിബാബ അല്ല, ആലിബായി. ഞങ്ങളിപ്പോ ഈദിന്റെ അന്ന് ചേട്ടൻ ഞങ്ങളെ ബീച്ചിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഈദിന്റെ അന്ന്, പെരുന്നാളിന്റെ അന്ന് നമ്മുടെ ചെറായി ബീച്ചിൽ കൊണ്ടുപോകാം എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ കൊണ്ടുപോയില്ല. ചെറായി ബീച്ചിൽ കൊണ്ടുപോയില്ലേലും ഒരു ചെറിയ ചേട്ടൻ ഭയങ്കര ബിസി ആയിരുന്നു സുഹൃത്തുക്കളെ. ചേട്ടൻ ഇന്ന് ഭയങ്കര ബിസി ആയിരുന്നു. പക്ഷെ ചേട്ടൻ കൊണ്ടുപോകും. ചേട്ടൻ നാളെ കൊണ്ടുപോകും. പറ്റൂല. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മളൊരു നാളെ കൊണ്ടുപോകൂലേ? അന്ന് നമ്മൾ 1 മണിയായപ്പോഴേ ഇവിടെ നിന്ന് പോയേ. നാളെ 10 മണിയാകുമ്പോൾ പോണം. ഇന്ന് പോയ കൊറേ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണായിരുന്നു. സൺഡേ പോണെന്ന് വലിയ താല്പര്യമില്ല എനിക്ക്. നാളെ പോയ കുഴപ്പമില്ല. സൺഡേ പോയ ക്ഷീണമായിരിക്കും. പിന്നെ തിങ്കളാഴ്ച പിന്നെ ജോലിക്കൊക്കെ പോകണം. തിങ്കളാഴ്ച ഉണ്ട്. പകുതി പേർക്കൊക്കെ എക്സാം ഡ്യൂട്ടി ഒക്കെ അല്ലാതെ ഈ വാലുവേഷന് പോണോണ്ട് പകുതി അല്ല, എല്ലാവരും തന്നെ പോകണ്ട. 5-6 പേരേ ഉള്ളൂ. ഫുൾ വർക്കായിരിക്കും. ഇന്റേണൽ എക്സാം ഡ്യൂട്ടി ഒക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ ചായ കുടിക്കാൻ പോവാണ്. ചായയോ സോഡ നാരങ്ങളോ എന്തെങ്കിലും ഒരു ചെറിയ ഔട്ടിങ്. അപ്പം നല്ല തിരക്കായിരിക്കും പോലെ ഒന്നും അല്ല, നല്ല തിരക്കുണ്ട് റോഡില്. ഇതിപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട് റോഡില്. അങ്ങനെ ഒരു പെരുന്നാളുണ്ടായിരുന്നു, അതും കഴിഞ്ഞു. അപ്പതേ നമ്മളിതേ മങ്ങാട്ടുകവലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കടകളൊക്കെ മിക്കതും അടഞ്ഞു തന്നെയാ കിടക്കുന്നത്. കണ്ടോ? കടകളൊക്കെ അടഞ്ഞു കിടക്കുക. ഒരു ചേട്ടനല്ലേ വണ്ടിയിലിരിക്കുന്നുണ്ട്, വെയിലടിക്കാതിരിക്കാനുണ്ട്. അത് 3 വീലല്ലേ? അത് കാല് വയ്യാത്ത ആളാ. അപ്പൊ മഴ പെയ്താലും ചൂടാണേലും വെയിലടിക്കാതെ അങ്ങ് പോകാം. 2 കിലോ നെല്ലിക്ക 100 രൂപ. ഇതാണ് നമ്മുടെ കാരിക്കോട് ഹോസ്പിറ്റല്. നമ്മുടെ തൊടുപുഴ ജില്ലാ ആശുപത്രിയാണല്ലേ, ഇടുക്കി ജില്ലാ ആശുപത്രി. തൊടുപുഴ താലൂക്ക് മാറ്റി ജില്ലാ ആശുപത്രി ആക്കി. ഇതിന്റെ അപ്പുറത്തെ ഒരു അമ്പലം ഉണ്ട് ചേട്ടാ. 1080 വർഷം പഴക്കമുള്ള ഒരു അമ്പലം ഉണ്ട്. ഇത് കാരിക്കോട് ബോധിക്ഷേത്രം. മറ്റേ ഇടവെട്ടി പോണ വഴി ഏതാ? ഈ വഴിയാണോ? ഈ വഴി പോകുമ്പോ ഒരു 1080 വർഷം പഴക്കമുള്ള അതെ ഇടവെട്ടി ക്ഷേത്രം. ഇവിടെ 2 കിലോമീറ്റർ ആണ് കേട്ടോ. 1000 സംതിങ് വർഷം പഴക്കമുള്ള ഒരു അമ്പലം ഉണ്ട് ഇവിടെ. ഞാൻ അതിന്റെ
വീഡിയോ കണ്ടായിരുന്നു. കൂത്താട്ടുകുളത്ത് 1000 വർഷം പഴക്കമുള്ള ഒരു അമ്പലം. ഇത് പള്ളി. ഞാൻ ഈ പള്ളിയുടെ പാരിഷാളിൽ ഒരു കല്യാണം കൂടാൻ വന്നിട്ടുണ്ട്. അതെവിടെ തൊടുപുഴയുടെ വേറൊരു ഭാഗമാണ് കേട്ടോ. നമ്മൾ ഈ വഴി പോയാല് ഇടവെട്ടി പൂമാല പോകാൻ പറ്റുമോ? വെള്ളിയാമറ്റം ഇതിലേ നമ്മൾ ഇന്നാളെ ചെലവിന് പോകാൻ വേണ്ടി പോയതാ. നമ്മൾ ഇതിലേ പോയതില്ലേ? ഓ മീൻമുട്ടി. ഇവിടെയൊക്കെ നല്ല ജനസാന്ദ്രതയുള്ള ഇടമാണ്. അടുത്തടുത്തടുത്ത് വീടുകളാണ്. എന്നാൽ ചില ഭാഗത്തൊന്നും അത്ര അടുത്തൊന്നും വീടുകൾ ഉണ്ടാവാറില്ല. പക്ഷെ ഇവിടെയൊക്കെ ഒരുപാട് വീടുകളും ആളുകളൊക്കെ ഉണ്ട്. എൻ്റെ ഇവിടെ വർക്ക് ചെയ്ത നിസാടെ ഒക്കെ വീട് കുമ്മങ്കല്ലില. എന്തോരം വീടുകളാണ്, അടുത്തടുത്ത് വീടുകളല്ലേ. സ്ഥലം കുറവാ, വീടുകളാണ് കൂടുതൽ. മുസ്ലിംസിന്റെ ഏരിയ അല്ലേ? മറ്റുള്ളവരും ഉണ്ട്. ഇത് ഇസ്മായിൽ ഇസ്മായിലിക്കാന്റെ വീടാണ്. എവിടെ നോക്കിയാലും മാവിൽ ഒരു മാങ്ങയെങ്കിലും ഉണ്ട്. ഇതാണ് ഓ ഇതാണ് ഇടവെട്ടി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി. ഓക്കെ, ഇതാണ്. ഇവിടെ നിന്ന് 200 മീറ്ററാണ് അമ്പലം. അത് ആ അമ്പലമാണെന്ന് തോന്നുന്നു. നമ്മുടെ 1000 വർഷം പഴക്കമുള്ള ഒരു അമ്പലം. അത് ഞാൻ റീൽസ് കണ്ടതാണ്. 1000 വർഷം പഴക്കമുണ്ട്. 1000 സംതിങ് പറഞ്ഞത്. വഴി പോരാ, ഉൾപ്രദേശമല്ലേ, ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കത്തുള്ളൂ. ഈ വഴിയാ പട്ടേങ്കവല? ആ തൊണ്ടിക്കുഴ റോഡൊക്കെ ആയിരിക്കും അല്ലേ? ഇവിടെ ഒന്നും വെച്ചിട്ടില്ലല്ലോ. ഇതായിരിക്കും. ഇതേ അവിടെ ഒരു ഇതാണോ അതാണോ അതിപ്പോ ഒരു ബോർഡ്. നിങ്ങൾക്ക് വഴി തെറ്റി ഗൈസ്. ഇതാ അവിടെ വലിയൊരു കുഴിയാണേ. വഴി തെറ്റി പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയാ വഴി തെറ്റിയില്ലെന്ന്. അങ്ങോട്ട് കൊണ്ടോ? ഞാനാണെങ്കിലേ കണ്ടിട്ട് ഇടവെട്ടി ചെറാന്ന് കണ്ടു. ഇനിയിപ്പോ അവരുടെ വീട്ടുപേരാണോ അറിയില്ല. അവിടെ ഒരു ആലയൊക്കെ ഉണ്ട് കേട്ടാ. ഇവിടെ എല്ലാം കൊടിയാട്ടോ. അതെ, പൊളിഞ്ഞു പോയൊരു കാറയിലും ഒരു കൊടിയുണ്ട്. ശരിയാട്ടാ. 200 അതേ കാണാണ് അമ്പലം. അതേ അവിടെ ഒരു ഭണ്ഡാരക്കുറ്റിയുണ്ട്. ഓം എന്നെഴുതി വെച്ചിരിക്കുന്നത്. മാറാത്തത് മാറും. ഇനി കേരളം വളരും. ഇതാണ് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ്. 5000 വർഷങ്ങൾക്കും അപ്പുറത്ത് ആയുർവേദത്തിന്റെ ആചാര്യന്മാരായ അശ്വിനി ദേവപുത്രന്മാർ നകുലൻ പ്രതിഷ്ഠിച്ച ഭാരതത്തിലെ തന്നെ അത്യപൂർവ ക്ഷേത്രം. അയ്യോ, അത് ഭയങ്കര സംഭവമായിപ്പോയല്ലോ ചേട്ടാ. 5000 വർഷങ്ങൾക്ക് മുമ്പാ. ഇതാണ് കേട്ടോ ഇടവെട്ടി ചിറയാണിത്. പാടമൊക്കെയാണല്ലേ. അവിടെ ചേട്ടന്മാരിരുന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ചൂണ്ടയിടുന്നുണ്ട്. വലിയ ചിറയാലേടാ. മര പോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. പാടവും കാര്യങ്ങളൊക്കെ ആയിട്ടില്ലടാ. നീ അരികെ പോയി നിക്കില്ലെങ്കിൽ മാറി നിന്നേ. അതങ്ങനെ ഇടിഞ്ഞു ചാടിയാലോ. എവിടെ പോയാലും അങ്ങ് അരികെ ചേർന്ന് നിക്കരുത്. പേടിക്കണോണ്ടല്ല പറഞ്ഞേ. നമ്മൾ ഡിസ്റ്റൻസ് ഇട്ട് വേണം എവിടെ വേണേലും പോയി നിക്കാനായിട്ട്. ചിറയിലേക്ക് ഇറങ്ങാനുള്ള ഇത് നോക്കിക്കേടാ. ഒരു വാതില് പോലെ കടവ് കണ്ടാ.
അത് കളറല്ലാതെ ആ അത് എന്തോ ഉണ്ടാക്കി എന്തോ എഴുതി വെച്ചേക്കണ അതിന്റെ അപ്പുറത്തെ ഭാഗത്ത്. എന്നാ പോലെ എഴുതി വെച്ചിരിക്കുന്നല്ലേ? എന്തിനാ? അതെന്തിനാ? മീൻ പിടിക്കാൻ ചോറും പറ്റ ഇട്ട് കൊടുത്താ മതി. ചൂണ്ടയില് ചോറും പറ്റ. ആരും പറഞ്ഞേ തിന്നൂല. ഞാനും പക്ഷെ എന്തോ ഇട്ട് നോക്കിയതാ. ആണോ? കാരണം ഞാൻ വീട്ടിൽ നിന്ന് മഞ്ഞപ്പൊടി ആ മൈദ എടുത്തുണ്ട് കലക്കി. ഇവിടെയൊക്കെ വീടുകളാണ് കേട്ടോ. നല്ല തണുത്ത കാക്കേടാ. ജസ്റ്റ് അല്ലെങ്കിൽ വരാലി കിട്ടിയനെ. നല്ല തണുത്ത കാറ്റാ. ഈ ചെറേന്ന് വരുന്ന വെള്ളത്തിന്റെ. വീട്ടിൽ നിന്ന് വന്നപ്പോ നല്ല ചൂടായിരുന്നേ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തണുത്ത കാറ്റ്. പോകാനായിട്ട് തോന്നണില്ല. നമ്മള് വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീൽ ഇല്ലടാ. അമ്പലത്തിൽ നിന്ന് വരുന്ന പാട്ടൊക്കെ ആയിട്ട്. അപ്പതാ അങ്ങനെ ഞങ്ങള് തേടി എത്തിയിട്ടതാ ഇവിടെ. സത്യം പറഞ്ഞാൽ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അന്നേരമാണ് ചേട്ടൻ ഈ റൂട്ടിലേക്ക് വണ്ടി തിരിച്ചത്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞു ഈ ഭാഗത്ത് ഒരു 1000 വർഷം പഴക്കമുള്ള അമ്പലം ഉണ്ടെന്ന് ഞാൻ റീൽസിൽ കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇത് 5000 വർഷം പഴക്കമുള്ള അമ്പലം എന്നിട്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് അമ്പലം കാണാം. നമ്മളിതാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. 5000 വർഷം പഴക്കമുള്ള അമ്പലം. അപ്പൊ നമ്മളിപ്പോ ജീവിച്ച ക്രിസ്താബ്ദം എന്ന് പറയുമ്പോ തന്നെ 2026 അപ്പൊ 5000 വർഷം എന്നൊക്കെ പറയുമ്പോ അതിനേക്കാളും എത്രയോ 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 വർഷങ്ങൾക്ക് മുമ്പ്, ക്രിസ്തുവിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പായിരിക്കണല്ലേ ഈ അമ്പലം. അപ്പതാ വരുമ്പോ തങ്ങളെയും പോലെ ഒരു ആത്മാവ് ഇവിടെയും കാണാൻ കഴിയൂ കേട്ടോ. ആലും മാവും കൂടി. നമുക്കിതാ ഈ വഴിപാട് ഇവിടെ ഇടാം. നടാ ഈ വഴിപാട് ഇവിടെ ഇട്ടേരാ. നിക്ക എടാ. അപ്പൊ ഇതാണ് കേട്ടോ ആത്മാവ്. ഈ സൈഡിൽ നിന്ന് എടുക്കാം. ഇതാ ആലും മാവും കൂടി ഒരുമിച്ച് പോയതാണ് കേട്ടാ. ഇത് ആലാണ്. അതുപോലെ തന്നെ ഇത് മാവുമാണ്. മാവ് ചെറുതായിപ്പോയി. ആലും നടന്നിടത്തൊരു മാവ് കൂടി നടാറുണ്ടല്ലേ. ഇതാ ഇവിടെ ഒരു ബോർഡൊക്കെ ഇങ്ങനെ കണ്ടേ. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദേവസ്വം ട്രസ്റ്റ് KSRTC ബസ്സിൽ പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം ഇടവെട്ടി തിരുവോണം ഊട്ടും. അപ്പൊ ഞങ്ങളുടെ പിന്നിൽ കാണുന്നതാണ് കേട്ടോ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. 5000 വർഷം പഴക്കമുള്ള നകുലൻ പ്രതിഷ്ഠിച്ചു എന്ന് കരുതുന്ന ഒരു ക്ഷേത്രം. എന്താണെങ്കിലും ഇവിടെ വരാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യം. നമ്മുടെ നാട്ടിലാണ് ഇത് എന്നുള്ളത് അതിലും വലിയ ഭാഗ്യം. ഇത്രയും വർഷം പഴക്കമുള്ള അമ്പലമൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മള് അവിടെ നിന്നാണ് ചെറയിൽ നിന്ന് വന്നത്. വരുമ്പോ തന്നെയാണ് ഈ ഒരു ആത്മാവ് ഉള്ളത്, ആലും മാവും ഉള്ളത്. പിന്നെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ശ്രീകൃഷ്ണന്റെ ഒരു രൂപമൊക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാന്. മഹാവിഷ്ണുവിന്റെ ഒരു രൂപമായിട്ടാ കാണുന്നത് അല്ലേ. എനിക്ക് അങ്ങനെ വിശദീകരിച്ച് പറയാനൊന്നും അറിഞ്ഞൂടാ. നമ്മളേതായാലും അങ്ങോട്ട് കയറി പോകുന്നില്ല കേട്ടോ. ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്തന്നേ ഉള്ളൂ. 5000 വർഷം പഴക്കമുള്ള ഈ ഒരു അമ്പലമൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മുടെ നാട്ടിലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബിന്ദുശ്രീ അറിയുന്നവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുക എന്നുള്ളതും, എല്ലാവർക്കും എല്ലാ നാട്ടിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനും അറിയാത്ത നാടുകളിൽ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാറൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കാഴ്ചകളും നിങ്ങളെയൊക്കെ കാണിക്കണം എന്ന് തോന്നി. അവിടെ ഇരുന്നൊരു കൊക്കുണ്ടേ. നമുക്ക് കൊക്കിനെ കൂടി ഒന്ന് വൈറലാക്കി വിട്ടേക്കാലേ. കൊക്ക് കൂടി ഒന്ന് വൈറലായിക്കോട്ടെ. പാടമാണ് കേട്ടോ ഇത്. വെറുതെ കിടക്കുന്ന പാട, വിതയ്ക്കാറില്ല എന്ന് തോന്നുന്നു, അറിഞ്ഞുകൂടാ. വീഡിയോ പിടിക്കാൻ പറഞ്ഞപ്പോൾ കൊക്ക് പതുക്കെ പോവാനുള്ള പുറപ്പാടാന്ന് തോന്നുന്നു. അവിടെ ഇരുന്നാല് വല്ല തീറ്റയൊക്കെ കിട്ടുമായിരിക്കണം അല്ലേ. അപ്പം ആലിൽ നിന്നും വരുന്ന ഒരു നല്ലൊരു ഓക്സിജനൊക്കെ ഉണ്ടല്ലോ, പോസിറ്റീവ് എനർജിയാണ്. ആഴ്ചവട്ടിലിരുന്നാല് നമുക്ക് കിട്ടുക പോസിറ്റീവ് എനർജിയാണ്. അതൊക്കെ നമുക്ക് ആവോളം ഉണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ. അതുപോലെ ഇവിടെ കണ്ടോ,
ഇത്രയേറെ ഇലകളും മാവിലയൊക്കെ ഉണ്ടെങ്കിലുവേ എപ്പോഴും ഇത് വൃത്തിയാക്കി ഇടാറുള്ളെന്ന് തോന്നുന്നു. കാരണം ഒരില പോലും ഇവിടെ വീണ് കിടക്കുന്നില്ല. കണ്ടോ, ഒരില പോലും വീണ് കിടക്കുന്നില്ല. ചെടികളും അപ്പുറം ഇപ്പുറം മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടെങ്കിലും ഒരില പോലും വീണ് കിടക്കുന്നില്ല. അത്രയ്ക്ക് നല്ല വൃത്തിക്കാണ്, നല്ല വൃത്തിയിലാണ് കേട്ടോ ഇവിടെ പരിപാലിച്ചു പോരുന്നത്. നല്ല രസമുണ്ടല്ലേ ഈ ഒരു അറ്റ്മോസ്ഫിയർ കാണാൻ. എല്ലാവരും കമൻ്റ് ഇടണം കേട്ടോ. ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി നമ്മുടെ ഗൂഗിളിൽ. അതിനകത്ത് കാണിച്ചത് 5000 വർഷം പഴക്കമുള്ള തൊടുപുഴയിലെ ഇടവെട്ടിയിലെ ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പാണ്ഡവരിൽ 4ാമനായ നകുലൻ സ്ഥാപിച്ചു എന്ന് കരുതുന്നതാണ്. അപ്പൊ പഞ്ചപാണ്ഡവന്മാർ ഇതിൽ വന്നിട്ടുണ്ടാവും അല്ലേ? ആ പഞ്ചപാണ്ഡവർ വിശ്രമിച്ചതെന്ന് കരുതപ്പെടുന്നല്ലോ ഉറവപ്പാറ, അങ്ങനെ എന്തോ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ നകുലൻ സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണ്. 5000 വർഷം പഴക്കമുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠ ധന്വന്തരി ഭാവത്തിലുള്ള മഹാവിഷ്ണുവാണ്. അതാണ് നമ്മൾ മുൻപേ കണ്ടത്, 4 കൈയൊക്കെ ആയിട്ടുള്ള. അതുപോലെ തന്നെ ഇവിടെ കർക്കിടകത്തിലെ ഔഷധ സേവയും അഷ്ടമി രോഹിണിയൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളായിട്ട് കരുതപ്പെടുന്നത്. അപ്പൊ ഔഷധ സേവയുണ്ട്, കർക്കിടക മാസം കർക്കിടക കഞ്ഞി കൊടുക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ എന്താണെങ്കിലും ഇത്ര അടുത്ത് ഇതുപോലെ ഒരു അമ്പലമുള്ള കാര്യം ഏതായാലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചേട്ടൻ അറിയാമായിരുന്നോ? ഇത്രയും വർഷം പഴക്കമുണ്ട്. ഞാൻ 1000 വർഷം എന്നാണ് ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടത്. എടാ 5000 വർഷം എന്നൊക്കെ പറയുമ്പോ നോക്കിക്കാടാ, ക്രിസ്തു തന്നെ ഉണ്ടായിട്ട് 2000 വർഷമേ ആയിട്ടുള്ളൂ. അപ്പൊ അതിനൊക്കെ മുമ്പെന്ന് പറയുമ്പോ 5000 വർഷം എന്നൊക്കെ പറയുമ്പം ഇവിടെയൊക്കെ ജനങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴല്ലേ നകുലൻ ഒരു ജനവാസം ഉള്ളിടത്താണല്ലോ ഒരു അമ്പലപ്രതിഷ്ഠ നടത്തുകയുള്ളൂ. അപ്പം എന്തോ അല്ലേ, അയ്യോ നമ്മുടെ നാട്ടിൽ പാണ്ഡവന്മാര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിനി പോകാം. അമ്പലത്തില് വീഡിയോ എടുക്കാൻ പറ്റിയാൽ ഒരു ദിവസം നമുക്ക് വരാം കേട്ടോ. നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടൊക്കെ വരാം. എന്തേലും പ്രധാനപ്പെട്ട ദിവസങ്ങൾ അഷ്ടമി രോഹിണിക്കൊക്കെ ഇവിടെ ഉത്സവമൊക്കെ ആയിരിക്കും. ഇവിടെ ഉത്സവം എന്താണെന്നറിയാവോ? ജൂൺ മാസത്തിലാ, ജൂണില് ആണല്ലേ? അപ്പൊ നമുക്ക് വരാം. അപ്പൊ ഉത്സവമൊക്കെ കണ്ട വീഡിയോ ഒക്കെ എടുത്ത് പോകാം. അപ്പൊ നമ്മൾ പോവല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അത്താഴമൊക്കെ കഴിച്ചു. നമ്മൾ വീട്ടിൽ വന്നു, അതിനുശേഷമുള്ള പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അത്താഴമൊക്കെ കഴിച്ചു. അതിനുശേഷം ഇവിടെ ബൂസ്റ്റ് ഇട്ട പാലും ആട്ടിൻ പാലും ആൻസൂട്ടൻ അവിടെ ഇരുന്നിട്ട് വെറുതെ പഠിക്കണ കാര്യമൊന്നുമല്ല, പഠിക്കണ കാര്യമല്ലാന്ന് എനിക്കറിയാം. എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. പിന്നെ ചേട്ടൻ ന്യൂസ് കാണുന്നു, ഞാനൊക്കെ കഴുകി വെച്ചിട്ടിരിക്കുന്നു. ശരിയാ, ഒത്തിരി നാൾ കൂടിയാ. ഒരു കൊല്ലത്തേക്ക് നമ്മളൊന്ന് ചാർജ് ചെയ്തതാ. TV സിനിമയും വെക്കാറില്ല ഇപ്പൊ. അപ്പൊ നമ്മൾ അങ്ങനെ ഇരിക്കുവാണ്. അതാ പ്രാണി ഇവിടെ വന്ന് മാവൂ 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 എന്നും പറഞ്ഞ് നടപ്പുണ്ട്. പ്രാണി മാവൂ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങള്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബിന്ദുസ് ഡ്രീംസ്. ബൈ.